Hello, the next topic is comparative half-lives and forbidden decays. So, നമുക്ക് ഈ സെക്ഷനിൽ comparative half-lives എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം and how is it related to the forbiddenness of a decay എന്നുള്ളതും എന്താ അത് തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമ്മൾ ഈ ബീറ്റ ഡീക്കേ വേരിയസ് ടൈപ്സ് ഓഫ് ബീറ്റ ഡീക്കേസ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് ലൈഫ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും ദർ ഇസ് എൻ എനോർമസ് റേഞ്ച് ഫ്രം ദ ഓർഡർ ഓഫ് മില്ലി സെക്കൻഡ്സ് ടു അബൌട്ട് 10⁻16 years. അപ്പോൾ a part of this variation must be due to the pure matchup of the initial and final nuclear wave function. But the variation may be largely due to the difficulty in creating a beta particle and a neutrino in an angular momentum state with L greater than 0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടതാണ് L greater than 0 ആയിട്ടുള്ള ന്യൂട്രിനോനെയും അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിനെയും ക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു മാക്സിമം ആംഗുലർ മൊമെൻറ്റം ഫോർ എ 1 MeV ബീറ്റ പാർട്ടിക്കിൾ ഇസ് ഓഫ് ദി ഓർഡർ ഓഫ് 0.04 h-cut. So the probability is very small for the electron and neutrino to be emitted in a state with L greater than 0. L is equal to 0, അതായത് allowed decays ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. allowed decays നടക്കാത്തപ്പോൾ മാത്രമാണ് L greater than 0 ആയിട്ടുള്ള forbidden decays നടക്കുന്നത്. പക്ഷെ അതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി നമുക്ക് ഈ പ്രോബ്ലം കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നോക്കാം. ഫോർ ദാറ്റ് ലെറ്റ് us consider the wave function of the electron, which is phi e is equal to 1/√p exponential I p dot r by h cut. Now expanding the exponential will give 1 plus I p dot r by h cut plus 1/2 I p dot r by h cut the whole square plus etc. Now the interaction Hamiltonian dFi is equal to integral psi f star h psi I d2, which is equal to psi d star phi e star phi nu star h psi I d2. ഇതിൽ psi d psi I ന്യൂക്ലിയർ വേവ് ഫംഗ്ഷനും ഇത് ഇലക്ട്രോൺ വേവ് ഫംഗ്ഷനും phi nu ന്യൂട്രിനോ വേവ് ഫംഗ്ഷനും ആണ്. നമുക്ക് ഫസ്റ്റ് അലൗഡ് ഡീക്കേസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അലൗഡ് ഡീക്കേസിൻ്റെ കേസിൽ നമ്മൾ ഈ ഫസ്റ്റ് ടേം മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഫസ്റ്റ് ടേം ഇസ് സാൻഡ്വിച്ച് ബിറ്റ്വീൻ ദ nuclear initial and the final nuclear function, and that is responsible for the allowed decay അല്ലേ. ഇവിടെ phi e ൻ്റെ സ്ഥലത്ത് നമുക്ക് എന്തുമാത്രം എഴുതിയാൽ മതി, ഈ 1 മാത്രം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ that is the first term is sandwiched between the initial and final nuclear function, and we will be evaluating the integral. അപ്പോൾ ചില കേസിൽ എന്ത് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the nuclear wave function caused this term to vanish. Suppose that if the parity of the nuclear wave functions are opposite, this term will become 0. Nuclear wave function caused this term to become 0, and we need to go to the next term. അപ്പോൾ രണ്ടാമത്തെ ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഫസ്റ്റ് ഫോർബിഡൻ ഡീക്കേ. അപ്പോൾ ഫസ്റ്റ് ഫോർബിഡൻ ഡീക്കേയിൽ നമ്മൾ ന്യൂക്ലിയർ പാർട്ട് മാത്രമാണ് എഴുതണമെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ഇൻ്റഗ്രൽ psi f star r psi I dv, which is responsible for the first forbidden decay. ഇവിടെ p dot r by h cut എന്ന് പറയുന്നത് integrated over the nuclear volume is of the order of 0.01. So transition probability is the square of this integral. So transition probability for first forbidden decay is equal to 0.01 square, which is of the order of 10⁻⁻⁴. അപ്പോൾ നമ്മൾ ഈ allowed decay ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഫോർബിഡൻ ഡീക്കേയുടെ ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 10⁻⁻⁴ ടൈംസ് കുറവായിരിക്കും allowed ഡീക്കേനേക്കാളും. അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത ടേം സെക്കൻഡ് ഫോർബിഡൻ ഡീക്കേയുടെ ടേം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്ത് വരും, 10⁻⁻8 വരും. അപ്പം അങ്ങനെ നമ്മൾ ഹയർ ടേംസിലേക്ക് പോകുമ്പോഴേക്കും അതിൻ്റെ ട്രാൻസിഷൻ പ്രോബിലിറ്റി reduces from the previous term by a factor of about 10⁻⁻⁴. ഓക്കെ, അപ്പോൾ ഫോർബിഡ്നെസ് കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, ട്രാൻസിഷൻ പ്രോബബിലിറ്റി 10⁻⁻⁴ വെച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും.
Now to compare the half-life of different beta transitions, first we must correct for the variation in the beta decay probability that results from the difference in the daughter atomic number Z dash or in the endpoint energy E0, which is done through the Fermi integral function. നിങ്ങൾ already Fermi integral function എന്താണെന്ന് കണ്ടതാണ്, which is f of Z dash E0. Fermi integral function is a function of Z dash, daughter nuclei in the atomic number, and E0 is the endpoint energy. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ പല ബീറ്റ ഡി കെ പ്രോസസ്സിനെയും ഹാഫ് ലൈഫ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഓരോ ബീറ്റ ഡി കെ പ്രോസസ്സിൻ്റെയും ഡോട്ടർ ന്യൂക്ലിയൈൻ്റെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം എനർജി ഓഫ് ദി ഇലക്ട്രോൺ വിൽ ഓൾസോ ബി ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് രണ്ടിനും കറക്ഷൻ അപ്ലൈ ചെയ്യണം. ആ കറക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫെർമി ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ. അപ്പോൾ ആ പ്രോബ്ലം ആര് റെക്ടിഫൈ ചെയ്യും? ഫെർമി ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ റെക്ടിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഫെർമി ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരിയേഷൻ ഇൻ ദ ബീറ്റ ഡികെ പ്രോബിലിറ്റി ദാറ്റ് റിസൾട്ട്സ് ഫ്രം ദ ഡിഫറൻസ് ഇൻ ഡോട്ടർ അറ്റോമിക് number Z dash and also the end point energy can be corrected. ഇനി എന്താ വെച്ചാൽ നമ്മൾ ഫെർമി ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ അത് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് എന്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഓരോ ബീറ്റ ഡികെ പ്രോസസ്സിൽ നിന്നും ആ ബീറ്റ ഡികെ പ്രോസസ്സിൻ്റെ ഹാഫ് ലൈഫ് പീരിയഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ലൈഫ് പീരിയഡ് അറിയാം നമുക്ക്. അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ഡോട്ടർ ബീറ്റ പ്ലസ് ടി കെ ആണോ ബീറ്റ മൈനസ് ടി കെ ആണോ എന്നറിയാം. ആ ബീറ്റ പ്ലസ് ടി കെ അല്ലെങ്കിൽ ബീറ്റ മൈനസ് ടി കെയിലുള്ള ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് അറിയാമെങ്കിൽ നമുക്കൊരു ടി ഇ മാക്സിമം ദാറ്റ് ഇസ് മാക്സിമം കൈനറ്റിക് എനർജി വേഴ്സസ് ലോഗ് എഫ് ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ പെർട്ടിക്കുലർ ഡി കെ പ്രോസസ്സിൻ്റെ ലോഗ് എഫ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് നമുക്ക് എന്തറിയാം? പാർഷ്യൽ ഹാഫ് ലൈഫ് ടൈം നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ആ പ്രോസസ്സിലെ ബീറ്റ ഡി കെ നടക്കുന്ന സമയത്ത് ആ ബീറ്റ പാർട്ടിക്കിളിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു എന്താ പറയുക ഫെർമി ഇൻറ്റഗ്രൽ വേഴ്സസ് മാക്സിമം കൈനറ്റിക് എനർജി ഗ്രാഫ് ഉണ്ട് ഫോർ ഡിഫറെൻറ്റ് ഡോട്ടർ ന്യൂക്ലിയസ് ഓഫ് അറ്റോമിക് നമ്പർ റേഞ്ചിങ് ഫ്രം അല്ലെങ്കിൽ എല്ലാ നോൺ ആയിട്ടുള്ള അറ്റോമിക് നമ്പറിലുള്ള എല്ലാ ന്യൂക്ലിയസിൻ്റെയും ഡേറ്റ ഉള്ളൊരു ഗ്രാഫ് ഉണ്ട്. ടി ഇ മാക്സിമം വേഴ്സസ് ലോഗ് എഫ് ഗ്രാഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ എമിറ്റഡ് നമുക്ക് എന്താണെന്ന് അറിയാം. ആ ബീറ്റ ഡി കെ പ്രോസസ്സിൽ എമിറ്റ് ചെയ്തേക്കണ ബീറ്റ പാർട്ടിക്കിളിൻ്റെ അറ്റോമിക് നമ്പർ എന്താണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആ പ്രോസസ്സിലെ ലോഗ് എഫ് വാല്യൂ ഫെർമി ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ബുക്കിനകത്ത് ആ ഗ്രാഫ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ലോഗ് എഫ് വാല്യൂ കിട്ടി. ഇനി പ്രോഡക്റ്റ് എഫ് ടി ഹാഫിനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എഫ് ടി ഹാഫ് പ്രോഡക്റ്റ് ഓഫ് എഫ് ടി ഹാഫ് ഇസ് നോൺ ആസ് കമ്പാരേറ്റീവ് ഹാഫ് ലൈഫ് ഓഫ് ഓർ എഫ് ടി വാല്യൂ which is usually expressed as log to the base 10 ft, where t half is expressed in seconds. അപ്പോൾ log to the base 10 ft എന്ന് പറയുന്നത് log to the base 10 f plus log to the base 10 t half ആണ്. ടി ഹാഫ് നമ്മൾക്ക് എക്സ്പെരിമെൻ്റലി ഹാഫ് ലൈഫ് പീരീഡ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ലോഗ് എഫ് നമ്മൾക്ക് എങ്ങനെയാണ്? ടി മാക്സ് അറിയാമെങ്കിൽ ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ടി മാക്സ് വേഴ്സസ് ലോഗ് എഫ് ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ലോഗ് എഫും ലോഗ് ടി ഹാഫും അറിയാമെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് കമ്പറേറ്റീവ് ഹാഫ് ലൈഫ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എല്ലാ ഡി കെ പ്രോസസ്സിൻ്റെയും കമ്പറേറ്റീവ് ഹാഫ് ലൈഫ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം in compilation of nuclear decay information the log ft values are given directly. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് കമ്പറേറ്റീവ് ഹാഫ് ലൈഫ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഈച്ച് അഡീഷണൽ ഡിഗ്രി ഓഫ് ഫോർബിഡ്നെസ്
as each additional degree of forbiddness increases, the log ft value increases by about 3.5, representing a reduction in the transition rate probability by 3 into 10 raised to minus 4. അതായത് ഫോർബിഡ്നെസ് ഓരോ ഡിഗ്രി ഓഫ് ഫോർബിഡ്നെസ് കൂടുന്ന അനുസരിച്ച് ലോഗ് എഫ് ടി വാല്യൂ above 3.5 വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും, which represents a reduction in the transition probability by 3 into 10 raised to minus 4. അപ്പോൾ log ft വാല്യൂ 3.5 വെച്ച് കൂടുന്നത് എന്താ റെപ്രസെൻ്റ് ചെയ്യണേ, ആ പെർട്ടിക്കുലർ ഡീകേ നടക്കാനുള്ള പ്രോബബിലിറ്റി 10 raised to minus 4 ടൈംസ് വെച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതിൻ്റെ റിസൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഡീകേ ആൻഡ് റേഞ്ച് ഓഫ് ലോഗ് എഫ് ടി വാല്യൂ. In the case of allowed decay, the log ft value is in the range 3.5 to 7.5, whereas in the case of first forbidden decay, log ft value ranges from 6 to 9. In the case of second forbidden decay, and only a few cases have been reported for second forbidden decay, and the range of ft values is from 10 to 13. In the case of third forbidden decay, where only 4 cases are reported and the range of log ft value is from 14 to 20, and for fourth forbidden decay only 2 cases are reported and log ft value is about 23. അപ്പോൾ ലോഗ് എഫ് ടി വാല്യൂ ഫോർബിഡ്നെസ് കൂടുന്ന അനുസരിച്ച് കമ്പറേറ്റീവ് ഹാഫ് ലൈഫ് എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് മീൻസ് ദാറ്റ് ദ പ്രോബബിലിറ്റി ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഡിക്രീസസ് ആസ് ദ ഫോർബിഡ്നെസ് ഇൻക്രീസസ്. താങ്ക് യു.